ഹലോ, ഞങ്ങൾ ഇന്ന് ഫാമിലിയായിട്ട് പോകുന്നത് കാനങ്ങാടിൽ എൻ്റെ ഇക്കാനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കാനങ്ങാട് കയറുന്ന കാസർഗോഡ് ബോർഡർ കയറുന്ന ഏരിയയാണ്. ഇത് കാണുന്നതാണ് അവിടുത്തെ റെയിൽവേ മേൽപ്പാലം. അപ്പോൾ നമ്മളങ്ങ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാനങ്ങാടിലെ ഓരോ കാര്യങ്ങളും അവിടുത്തെ കാലാവസ്ഥ, അവിടുത്തെ സ്ഥലങ്ങൾ, കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പോയായിരുന്നു. ഏകദേശം കാനങ്ങാട് നീലേശ്വരം ടൗൺ എത്താനായി. അവിടുത്തെ റോഡ് പണിയൊക്കെ കുറേ ഏരിയയിൽ നല്ല കംപ്ലീറ്റ് ആയി വന്നുകൊണ്ടിരിക്കുന്നു. ചില ഏരിയയിൽ പണി ഇങ്ങനെ പെൻഡിങ് ആണ്. ഇപ്പോൾ നമ്മൾ നീലേശ്വരം എത്തി. നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ടേക്ക് പോകണം. അപ്പോഴാണ് ഇക്കാൻ്റെ വീടെത്താം. ഫാമിലി നമ്മളെല്ലാവരും ആയിട്ട് പോകുമ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയത്. ഇതാണ് ഈ വീട്ടിലേക്ക് പോകുന്ന റോഡ്. ഇവിടെ ഫുള്ളും തെങ്ങും കുറേ മരങ്ങളും നല്ല അടിപൊളി പ്ലേസാണ്. നല്ല ക്ലൈമറ്റ്. നമ്മുടെ നാട്ടിലത്തെ അത്ര ചൂടുമില്ല. പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ട് കാറ്റ് കാണുന്നില്ല. ഇപ്പോൾ കുറേ കൊക്കുകൾ ഇങ്ങനെ പറന്ന് വട്ടമിട്ട് പറക്കുകയാണ്. കാട്ടുപോയി എടുത്തോ, കാട്ടുപോയി പറഞ്ഞേ. ഇനി ഇവിടുന്ന് നമ്മൾ കണക്ക് കണ്ട് സംസാരിച്ച് വെള്ളമൊക്കെ കഴിച്ച് കുടിച്ച് പിന്നെ ഇവിടുത്തെ ബീച്ചൊന്ന് കാണാൻ പോകണം. ബീച്ചിൽ കാഴ്ച നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് എത്തി. പക്ഷേ അവിടെയൊക്കെ കുറച്ച് ലേറ്റായി. കുറച്ച് നല്ലോണം ലേറ്റായി പോയി. അവിടെ വെളിച്ചം കുറഞ്ഞു. ബീച്ചിൽ കാഴ്ച അതിമനോഹരമാണ്. നല്ല അടിപൊളി കാഴ്ചയായിരുന്നു. കുറേ തെങ്ങും പിന്നെ ഈ കാറ്റാടി മരങ്ങളും നല്ല കാറ്റുണ്ടായി. കാറ്റ് ഒരു രക്ഷയില്ല. അവിടെ ചൂടുമില്ല. നമ്മുടെ നാട്ടിലത്തെ അപേക്ഷിച്ച് ചൂടുമില്ല. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. ഇതാണ് ബീച്ചാണെങ്കിൽ അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ബീച്ചാണ്. എവിടെയും നമുക്ക് വേസ്റ്റോ കച്ചറയോ ഒന്നും കാണാൻ പറ്റുന്നില്ല. ആ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ വീടിന് പരിചയമാണെങ്കിലും അത്രയും അടിപൊളി നീറ്റായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കാണാൻ പറ്റും. ഭയങ്കര കാറ്റായി. അപ്പോൾ കാറ്റിൻ്റെ സൗണ്ട് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താ വെച്ചാൽ ഭയങ്കര നോയ്സിയാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിക്കണം. പള്ളിയിൽ പോകണം. പോകുന്ന വഴിക്ക് നിസ്കരിക്കണം. എന്നിട്ട് വേണം വീട്ടിലേക്ക് തിരിക്കാൻ. അപ്പോൾ ഇവിടുത്തെ ബീച്ച് നിങ്ങൾക്ക് കണ്ടോക്ക്. നല്ല അത്രയും ക്ലീൻ. ഈ കുറച്ച് കാട് പിടിച്ച ഏരിയയിൽ പോലും കച്ചറ കാണാൻ പറ്റുന്നില്ല. അത്രയും ക്ലീൻ ആൻഡ് നീറ്റാണ്. ഭയങ്കര കാറ്റായിരുന്നു. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് ഇവിടെ ഉണ്ടായത്. പിന്നെ അവിടെ നമ്മൾ നേരെ പള്ളിയിലേക്ക് എത്തി. അപ്പോൾ പള്ളീൻ്റെ ചുമരിൽ ആരോ ചിത്രം വരച്ചതാണ്. ഇതാണ് പള്ളി. പള്ളീൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ പള്ളി വെൽ മെയിൻറ്റെയിൻ, നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. നല്ല സ്പേഷ്യസ് ആണ്. പള്ളിക്കുള്ള സ്ഥലമാണ്. ഒരുപാട് നല്ല സ്ഥലമുണ്ട്. അവിടെ പള്ളീൻ്റെ പുറത്ത് നമ്മൾ നിസ്കരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് സമയം ഇങ്ങനെ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച്. ഭയങ്കര കാറ്റാണ്. അവിടുന്ന് നമ്മൾ നേരെ തിരിച്ച് ഹൈവേ കയറി പിന്നെ ഇനി വീട്ടിലേക്ക് പോകണം. അവിടെ ഹൈവേൻ്റെ പണി നടക്കുന്നുണ്ട്. പിന്നെ രാത്രിയിൽ നമുക്ക് വെളിച്ചം വളരെ കുറവായിരുന്നു. ഓപ്പോസിറ്റ് വണ്ടിയായിരുന്നു റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട്. തീരെ കാണുന്നില്ല. ഈ വീഡിയോ എല്ലാം കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്.